അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് അവൻ്റെ മാതാപിതാക്കളോടാണ്. അവരുടെ സംരക്ഷണം മനുഷ്യ സഹജവും പ്രകൃതിപരവും ഒക്കെ ആണെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി നേടി നാളെ പരലോകത്ത് വിജയം വരിക്കണമെങ്കിൽ അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചേ മതിയാകൂ എന്നാണ് ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനു മാത്രം വഴിപ്പെട്ട് ജീവിക്കണം എന്ന് കൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് കൂടി പറഞ്ഞിരിക്കുന്നത്. സൂറ ഇസ്രാഇന്റെ 23-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം തന്നെ തൗഹീദാണ്. എന്നാൽ അതിന് വിരുദ്ധമായി അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ തൻ്റെ മാതാപിതാക്കൾ മക്കളെ നിർബന്ധിച്ചാൽ ആ വിഷയത്തിൽ അവരെ അനുസരിക്കേണ്ടതില്ലെന്നും അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം ഉണർത്തുന്നുണ്ട്. സൂറ ലുഖ്മാനിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. എന്നാലോ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും ചെയ്യുക എന്ന്. ബഹുദൈവാരാധനയെ ഇസ്ലാം നിരാകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിന് തൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന് അവൻ്റെ വിശ്വാസം ഒരു തടസ്സമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുറൈശികളുമായി യുദ്ധമില്ലാ കരാർ നിലവിലുള്ള സമയത്ത് തൻ്റെ മാതാവ് തൻ്റെ അടുക്കലേക്ക് വന്നു. അവർ ബഹുദൈവ വിശ്വാസിനിയായിരുന്നു. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാത്തവരാണ് എന്നിരിക്കെ ഞാൻ അവരുമായി കുടുംബബന്ധം ചേർക്കണമോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതെ, നീ കുടുംബബന്ധം ചേർക്കുക. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണത്. മക്കൾ സ്വർഗാവകാശികളാണോ നരകാവകാശികളാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് വൃദ്ധരായ മാതാപിതാക്കൾ. അവശതയുടെയും ഒറ്റപ്പെടലിൻ്റെയും മാനസികാവസ്ഥ അനുഭവിക്കുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞുവിട്ട് മാസം തോറും അവർക്കുള്ള ഒരു തുക അയച്ചു കൊടുത്തിട്ടാവരുത് അവരോടുള്ള ബാധ്യതകൾ നാം നിറവേറ്റേണ്ടത്. അവരെ കൂടെ നിർത്തി അവർക്ക് സ്നേഹത്തണലാവുകയാണ് വേണ്ടത്. സൂറ ഇസ്രായിലെ 23-24 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിന്റെ അടുക്കൽ വെച്ചവർ വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് ഛേ എന്ന് പോലും നീ പറയരുത്. അവരോട് മാന്യമായ വാക്ക് പറയുക. കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറകുകൾ അവരിരുവർക്കും വേണ്ടി താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറയുന്നുണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ അവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ പോലും അവരോടുള്ള ബാധ്യതകൾ നമുക്ക് അവസാനിക്കുന്നില്ല. മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.